Welcome to Highway Logs. ഹൈവേ ലോഗ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മുടെ പതിവ് സെറ്റപ്പുകളിൽ നിന്നെല്ലാം മാറിയതാണ്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു ഐറ്റം ആയിട്ട് നമ്മൾ വന്നേക്കണത് വേറൊന്നുമല്ല. നമ്മുടെ സോൾട്ട് ലേക്ക് സിറ്റി ഇല്ലേ, സോൾട്ട് ലേക്ക് സിറ്റിയുടെ നമ്മുടെ ഒരു വീഡിയോ നമ്മൾ അർജുൻ ഭായി ആയിട്ട് ചെയ്തൊരു കിഡിലും വീഡിയോ ഇല്ലേ, ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്താണ് അന്നത്തെ ആ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു സെറ്റപ്പ്, ഒരു സാധനം നമ്മൾ ട്രക്കിൻ്റെ അകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഇപ്പോൾ നമുക്ക് ലേ ഓവർ കിട്ടുമോ അല്ല മറ്റെന്തെങ്കിലും അങ്ങനെ എവിടെയെങ്കിലും സ്റ്റക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഈ ട്രക്കും കൊണ്ട് എല്ലായിടത്തും ഒന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലത്തെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ സെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നമ്മുടെ ചാനലിൽ കൊണ്ടുവന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൈബോയ് എന്ന ബ്രാൻഡ്, ഹൈബോയ് നോർത്ത് അമേരിക്കയിലെ തന്നെ ടോപ്പായിട്ടുള്ള ഈ സ്കൂട്ടറിൻ്റെ ഒരു ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ X300 എന്നൊരു ഐറ്റമാണ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് തുറന്ന് ഇതിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്കറിയാം. അപ്പേ അറിയാമോ, ഇത് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിനകത്ത് SUV എന്നാ പറയപ്പെടുന്നത് ഈ ബ്രാൻഡ്. ഇത് X300 ഇലക്ട്രിക് സ്കൂട്ടറിന്റെ SUV, അതിലെ രാജാവ് എന്നൊക്കെ പറയുന്ന പോലെ അതിനകത്ത് ഇച്ചിരി സെഡാൻ അല്ല SUV ആണ്. എന്തായാലും തുറന്നു നോക്കിയാലോ, ലോഡ് ചെയ്യടാ. Locked and loaded. Eyes on the target. Ready? അപ്പം നമ്മൾ വേണ്ട ടോപ്പ് പാർട്ടെല്ലാം തുറന്നു കഴിഞ്ഞത് ഒരു കിഡിലൻ പാക്കേജിങ്ങിലാണ് ഇത് വന്നേക്കണത് കേട്ടോ. ശരിക്കും ഇതിന് $1000 മുകളിൽ വിലയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിലയും ഡീറ്റെയിൽസും ഒക്കെ, കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അവരൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ടൊക്കെ തന്നിട്ടുണ്ട് നമ്മുടെ ലിങ്കിൽ കൂടെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കൂടുതൽ നമുക്ക് മുന്നോട്ട് പറയാം. അതുകൊണ്ട് അപ്പം നിങ്ങൾ കാണുന്ന പോലെ ഉണ്ടല്ലോ, ഇതെല്ലാം മൾട്ടിപ്പിൾ പാർട്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു അസംബ്ലി നമ്മളെന്തായാലും ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ ചെറിയ കുറച്ച് സ്ക്രൂവും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാനുള്ളതേ ഉള്ളൂ, എന്നാലും ചെയ്യാനുണ്ട്. ഹാൻഡിൽ ഇതിലോട്ട് വെക്കണമെന്നേ ഉള്ളൂ, അതായത് വിട്ട് കൂടാതിരിക്കാൻ പാക്കേജിങ്ങിന്റെ, മനസ്സിലായി, എല്ലാം പ്രോപ്പർ പാക്കേജ്. അതായത് ഇപ്പോൾ ഒരെണ്ണം ഇത്രയെല്ലാം ഇങ്ങനെ നീളത്തിലിരിക്കുമ്പോൾ ഒരെണ്ണം മാത്രം ക്രോസ് ഇരുന്ന നീളവും വീതിയും കൂടത്തില്ലേ പാക്കേജിങ്, ഈ ക്രോസ് ഭാഗം മാത്രം എടുത്ത് നേരെ വെച്ചേക്കും. ഓക്കെ എടാ, ഇത് നമ്മൾ വിചാരിച്ചതിനേക്കാളും ഉണ്ടല്ലോ. നല്ല എടാ പപ്പ, എനിക്ക് ഇച്ചിരി കിലോമീറ്ററേ ഉള്ളൂ സ്കൂൾ ജോലിക്ക് പോകാൻ. മേ ബി ഐ ക്യാൻ ഗോ ഇൻ ദിസ് വൺ. ഇത് ഞാൻ വിചാരിച്ചതിനേക്കാളും ഉണ്ടല്ലോ അടിപൊളി സാധനമാണ്. ഞാൻ പറഞ്ഞില്ലേ SUV ആണ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ. സത്യമായിട്ട് ഞാൻ അത്രയും വിചാരിച്ചില്ലടാ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ. ഞാനുണ്ടല്ലോടാ നീനുസേ, ഇത് നമ്മൾ സോൾട്ട് ലേക്ക് സിറ്റി ഉപയോഗിച്ചതിനേക്കാളും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു കിടിലൻ സാധനം. അതാണ്ട് ഫ്രണ്ടിൽ നമുക്ക് സൂപ്പർ ഡിസ്ക് ബ്രേക്കാണ്, അതോടൊപ്പം തന്നെ ഇഷ്ടംപോലെ ലൈറ്റ്സ് ഉണ്ട്. ഇതേണ്ട ഒരു ചെറിയ മിനി സ്റ്റാൻഡ് ഉണ്ട്. സ്റ്റാൻഡേ വെച്ചു ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ആണ്. എന്തോ ലോക്ക് ഏതാണ്ട് ഓൺ ആൻഡ് ഓഫും ലോക്കും ഏതാണ്ട്. അപ്പൊ അതുകൂടാതെ നമുക്ക് വാട്ടറോ എന്തെങ്കിലും പ്രോട്ടീനോ ഒക്കെ നമുക്ക് വെച്ചോണ്ട് പോകണമെങ്കിൽ പോകാം. എൻ്റെ അമ്മ, ഞാൻ വിചാരിച്ചതിനേക്കാളും കിട്ടില്ല. ഇത് പിങ്കിമോന്റെ പൊക്കമുണ്ട് ഇതിന്റെ സാധനത്തിന്. അതുപോലെ ബ്രേക്സിന്റെ അകത്ത് ഏതാണ്ടൊക്കെ സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റ് ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ജയ്, നീ ലൈക്ക് ഇറ്റ്? Yes, but I think I'd like it better turned on. മമ്മ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ? അടിപൊളിയല്ലേ? ഡിം ആൻഡ് ബ്രൈറ്റ് ഒക്കെയോ? ഓൺ ആൻഡ് ഓഫ് മാത്രമല്ല, ഡിം ആൻഡ് ബ്രൈറ്റ് ലൈറ്റ് കാറേ ലോട്ടായിട്ടുണ്ട്. അതിന് ഇത്ര മാറ്റിക്കൊണ്ടൊരു പോക്കുണ്ട് ഞാൻ ചാപ്മെൻസില്. അമ്മേ, ഇത് സൈക്കിൾ കയറി നിൽക്കുന്ന പോലെ സാധനമാ, പക്ഷെ സ്വിച്ച് ഓൺ ചെയ്താൽ തന്നെ ഓടും, ചവിട്ടണ്ട. അതുകൊണ്ട് പെടലൊന്നുമില്ല, മനസ്സിലായി, ഇങ്ങനെ കയറി നിന്നാ മതി. സ്കൂട്ടർ പോലെ ഇതിന് ആക്സിലേറ്റർ കൊടുക്കാം. അവക്ക് ജോലിക്ക് പോവാം, നീനാക്ക് ഭയങ്കര സ്പീഡിൽ പോവും. 29 to 30 കിലോമീറ്റർ. ഇന്നിപ്പോ സമയം എത്രയാണ്? ഇവിടെ ഏകദേശം 3:30-4 മണിയായല്ലേ, വെളുപ്പിനെ 4 മണിയാട്ടോ. ഇന്നത്തെ ശരിക്കും നമ്മുടെ ഈ വീഡിയോ ഇത് നമ്മൾ വണ്ടി ഓടിച്ച് ടെസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട് സെറ്റപ്പ് എന്നൊക്കെ നിങ്ങളെ കാണിക്കാന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. പക്ഷെ എന്നേരാണ് ഞാൻ ഓർത്തത് ഇതിൻ്റെ അകത്ത് ബാറ്ററി കാണുമോ, ഇനിയിപ്പോൾ നമ്മൾ തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഇത്ര മണിക്കൂർ ചാർജ് ചെയ്ത് വെച്ചാൽ ഇത് പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ അത് അബദ്ധം പറ്റൂലേ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തുറന്ന് നോക്കിയത്, നാളത്തേക്കെല്ലാം ഓക്കെ അല്ലെന്ന്. ശരിക്കും ഇതുകൊണ്ട് നമ്മൾ റോട്ടിൽ ഇറങ്ങി നമ്മുടെ സകലവിധ പരീക്ഷണങ്ങൾ നടത്താൻ പോണത് നാളെ തന്നെയാടാ.
3:57 മോർണിംഗ് കേട്ടോ. വെളുപ്പിനെ മമ്മിനെയൊക്കെ പോയി പിടിച്ചിരുത്തിയേക്കാ, മമ്മി പോലെ എന്നും പറഞ്ഞോണ്ട്. അപ്പം എന്തായാലും ഇത് റോഡിൽ ഓടിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് ഇതിന് കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ആ വിശേഷങ്ങളെല്ലാം നാളെ രാവിലെ നമുക്ക് കാണാം. ഹായ്. അപ്പോൾ നമ്മൾ ഇന്നലെ പ്രോമിസ് ചെയ്ത പോലെ ഉണ്ടല്ലോ, നമ്മൾ സാധനം അൺബോക്സ് എല്ലാം ചെയ്ത് കണ്ടില്ലേ. അപ്പോൾ അത് റോഡിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ റിയൽ പെർഫോമൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റോഡിലേക്ക് കൊണ്ടുവന്നേക്കുക. ഞാൻ നീന്യൂസ് ഉണ്ട്. കാരണം ഇത് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് എത്രമാത്രം പ്രാവർത്തികമാകും, അല്ലെങ്കിൽ നമുക്കൊരു ഫാമിലിക്ക് എടുത്തു കഴിഞ്ഞാൽ, കാരണം $1000 ഇതിന് വിലയുണ്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം പ്രയോജനപ്പെടും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുവാണേ. അതേണ്ട നിങ്ങൾ കാണുന്ന പോലെ ഈ സാധനം ഉണ്ടല്ലോ, സുഖമായിട്ട് ഒരു കാറിൻ്റെ ബൂട്ടിൽ കയറുവേ. നമ്മളതേണ്ട ഒരു മിഡ് സൈസ് SUV. അതിൻ്റെ വേണ്ട ഈ ഫോൾഡബിൾ ആയതുകൊണ്ട് തന്നെ സാധനം ഇങ്ങനെ മടക്കി വെച്ച് നമുക്ക് വേണ്ട ഇതിൻ്റെ അകത്തൊരു സഞ്ചി പോലെ ക്യാരി ചെയ്യുകയും ചെയ്യാം ഇവിടെ പിടിച്ച്. അതോടൊപ്പം തന്നെ ഇത് കാറിൻ്റെ ബൂട്ടിൽ സുഖമായിട്ട് നമുക്കിത് വെക്കുകയും ചെയ്യാവുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഞാനെന്തോ ഫ്ലവർ ആണ് ബീസൊക്കെ പറയുന്നുണ്ട് ചുറ്റും. തൊപ്പിയിലെ ഫ്ലവറിന്റെ ആണോ പെർഫ്യൂമിന്റെ ആണോ എന്നറിയില്ല. നമുക്ക് റോട്ടിലൊന്നിറക്കി ഓടിച്ചു നോക്കിയാലോ? പിന്നല്ല. എടാ അത് കൂടാതെ ഈ ഒരു സെറ്റപ്പ് ഉണ്ടോ, നമ്മൾ പുതിയതായിട്ട് അടിച്ചിറക്കിയ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഞാനാ മൊത്തം പരീക്ഷണം കേട്ടോ. ഒരു കുഴപ്പമില്ല. ഒരു തൊലിവെട്ടി ഭയങ്കര തൊലിക്കെട്ടി ആയതുകൊണ്ട് എല്ലാ പരീക്ഷണം. വണ്ടി ബ്രേക്ക് തന്നെയല്ലേ ഇട്ടേക്കുന്നത്, കാറ്റ് തനങ്ങുന്നു. ന്യൂട്രൽ വല്ലതും ആണോ കിടക്കുന്നത്? കാറ് വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇതും തൂക്കി പിടിച്ചോണ്ട് നടക്കാനൊന്നും പറ്റുമല്ലോ കേട്ടോ. എങ്ങോട്ടെങ്കിലും എടുത്തു വെക്കാനൊക്കെ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഫോൾഡിങ് മെക്കാനിസം വെച്ച് അടിപൊളിയാണ്. അതുകൊണ്ട് സാധനം ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു സൈഡ് സ്റ്റാൻഡൊക്കെ ഉണ്ടേ, നമ്മൾ ഇന്നലെ കാണിച്ചല്ലായിരുന്നു. കൂടാതെ ഇവിടുത്തെ ഈ സാധനം ഉണ്ടല്ലോ, ഇവിടെ ഒരു ചെറിയ സാധനമുണ്ട്. ഈ സാധനം വെച്ച് വേണ്ട ഇതിങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പോകുന്നു. നമ്മളിത് ഈ ഒരു ക്ലിപ്പ് ഉണ്ടോ, ഈ ക്ലിപ്പാണ് ഇതിനെ ലോക്ക് ചെയ്യുന്നത്. ഞാൻ വെച്ച് കഴിഞ്ഞാൽ സാധനം സ്റ്റഡിയായി. അപ്പോൾ എന്തായാലും നമുക്ക് ഓടിച്ചു നോക്കാം. നീനുസേ ഓടിച്ചു നോക്കുന്നോ? പിന്നെ ഓടിച്ചേക്കാം. അപ്പോൾ വണ്ടി പവർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഇതിൻ്റെ ആക്സിലറേറ്റർ. ഈ സാധനത്തെ ഇങ്ങനെ ഞെക്കും തോറും ഇതിൻ്റെ പവർ കയറിക്കൊണ്ടിരിക്കും. വേണ്ട ഈ പവർ സ്വിച്ചിൽ ഞെക്കിയിട്ട് സ്റ്റണ്ടിങ് ഒക്കെ ചെയ്യാനും കൊള്ളാം. വളയുന്നൊക്കെ ഉണ്ട് നന്നായിട്ട്. കോൺഫിഡൻസ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് സ്റ്റണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ട് സൈഡിലും ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം സാധനം ഒന്ന് മെറിങ് ആയി കഴിഞ്ഞാൽ ബാക്കി ചവിട്ടി വീലിയൊക്കെ ചെയ്യണമെങ്കിലും ഒന്ന് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ എന്നാ ചെയ്യാൻ പോകണമെന്നറിയോ, നമ്മൾ ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സിനെ കൂടെ വിളിച്ചു. വേറെ ആരുമല്ല, നമ്മുടെ പ്രീതി ഫാമിലി. അപ്പോൾ അവരെയും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഈ ഒരു സാധനം നമുക്ക് ഫാമിലിക്ക് എത്രമാത്രം ഒരു ഫണ്ണാണ്. കാരണം 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ എന്നാ പ്രയോജനം എന്നുള്ളത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ ഒന്ന് നോക്കി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പരിപാടി ഒന്ന് നോക്കാം.
ഹായ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് എല്ലാം ഞങ്ങൾ വേണ്ട ഓറഞ്ച് വീലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങളെല്ലാവരും ഇൻഡിവിജ്വലായിട്ട് ട്രൈ ചെയ്യുമ്പോൾ ഒരു ഫാമിലിക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ 1 by 1 ആയിട്ട് ഇത് ട്രൈ ചെയ്ത് ഓരോരുത്തരുടെ അഭിപ്രായം ഒന്ന് നോക്കാം. ഞാൻ ഇങ്ങനെ പോയിട്ട് വരണം. ബ്രോക്ക് ഇഷ്ടമുള്ള റൂട്ടിൽ പോയിട്ട് പറയാം. ജസ്റ്റ് ഹാവ് ഫൺ. ആ കൊള്ളാലോ, സൂപ്പർ. അടിപൊളി സാധനം കൊള്ളാം. രസമുണ്ടല്ലേ? ബ്രേക്ക് പിടിക്കുമോ? നന്നായിട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ? പോളി. ഡാഡി സ്കൂളിൽ ഇതിലാണോ ഡാഡി? എങ്ങനെയുണ്ട്? അടിപൊളി. Abu, how is it? Good. Let's rock it. How is it? Cool. പറഞ്ഞേ. Very demure, very mindful. അടിപൊളി. Very nice experience. Yeah. Cycle balance must try. Cycle balance പോലും ഇല്ലായിരുന്നു. അടിപൊളിയായിരുന്നല്ലേ? അടിപൊളിയായിരുന്നു, സൂപ്പർ. എനിക്ക് ഇനി ഗോപ്രോ വെച്ച് ട്രെയിനിൽ പോകണം. അല്ലേലും എനിക്ക് കൈ നിറയാതെ മീൻ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമായി. ഇത് സൂപ്പർ ആയിട്ട് ഇങ്ങനെ പോകാം, ഒന്നും ചെയ്യണ്ട. Abu, how was your experience? You want to go again, right? Yes. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ അവസാനത്തെ സ്റ്റണ്ട്. ഇപ്പോൾ നമ്മൾ ഫാമിലിക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വലി ഇഷ്ടപ്പെട്ടോ എന്നുള്ളതല്ല നമ്മൾ ട്രൈ ചെയ്തില്ലേ. ഇനി ഇതൊരു കപ്പിളിന് ഐഡിയൽ ആണോ എന്നുള്ളതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ട്രെയിൽ എടുക്കാൻ പോവാണ്. വീഴുവാണ് ചിരിക്കല്ലാരും കേട്ടോ. അതെ, ഇനി ഇതും കൂടെ കിട്ടിയാൽ പിന്നെ വേറെ എന്നാ വേണം? പിന്നെ അല്ല. ഓക്കെ, റെഡി? 1 2 3 ഗോ. So thank you to Hi Boy for sending us this gift. ഗൈസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞങ്ങൾ ഹോൾ ഫാമിലി ഇപ്പോൾ ഒരു 3 hours-ഓളായി നമ്മൾ ഈ പാർക്കിൽ വന്നിട്ട്. എല്ലാവരും ഹാപ്പിയാണ്. ഈവൻ നമ്മുടെ 80 വയസ്സുള്ള ഡാഡി തൊട്ട് നമ്മുടെ ഏറ്റവും അപ്പൂസും പിങ്കിമോനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടോ, ഞങ്ങൾ 2-3 പേരൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഒരു നമ്മൾ വണ്ടിയുടെ ബാക്കിൽ സുഖമായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഇത്രയും അടിപൊളിയൊരു സാധനം നമുക്ക് ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റി. എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോൾ കാറും കൊണ്ട് പോകാൻ പറ്റാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ. അപ്പം ഇത് ഏകദേശം $1000+ ആണ് ഇതിൻ്റെ റിയൽ വില വരുന്നത്. പക്ഷേ നമുക്ക് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ലിങ്ക് ഉണ്ട്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് 5% ഡിസ്കൗണ്ട് ഉണ്ട് ആ ലിങ്കിൽ കൂടെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം ഉപയോഗിക്കാനും മേടിക്കാനും ഒക്കെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും താങ്ക്സ് ടു ഹൈ ബോയ്. Thank you, Hi Boy.